നമ്മുടെ സ്റ്റഡീസ് ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. സ്റ്റുഡൻസ് പലരും അവരുടെ അഭിരുചിക്ക് അനുസരിച്ച്, അവരുടെ ഡ്രീം എന്ന് പറയുന്നത് തന്നെ അവരുടെ അഭിരുചിക്ക് അനുസരിച്ച്, അവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള കോഴ്സൊക്കെ ചൂസ് ചെയ്ത് എബ്രോഡ് കൺട്രീസിൽ, അവരുടെ ഡ്രീമായുള്ള കൺട്രീസിലൊക്കെ പോയി പഠിച്ച് അവിടുത്തെ പഠനത്തിന് ശേഷം അവിടെ തന്നെ സെറ്റിൽ ആവുക, ലൈഫ് അവിടെ തന്നെ സെറ്റിൽ ആവുക എന്നുള്ളൊരു ഡ്രീമിലാണ് ഇപ്പോൾ ഉള്ള പല സ്റ്റുഡൻസും പോയിക്കൊണ്ടിരിക്കുന്നത്. സോ മെഡിക്കൽ ഫീൽഡ്, മെഡിക്കൽ അലൈഡ് സെക്ടറിൽ ഈ ഒരു MBBS കഴിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടനവധി സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സ് തന്നെയാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. എന്തായിരിക്കും കാരണം എന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? വേറൊന്നുമല്ല, ഇതിന്റെ സ്കോപ്പ് അല്ലെങ്കിൽ വൈഡ് ഏരിയ ഓഫ് സ്കോപ്പിനെ കുറിച്ച് ആ ഒരു ചാൻസ് കൊണ്ട് തന്നെയാണ് പല സ്റ്റുഡൻസും BSc നഴ്സിംഗ് ചൂസ് ചെയ്യുന്നത്. സോ BSc നഴ്സിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസും അത് എബ്രോഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലോ ഒബ്വിയസ്ലി അവർ ചൂസ് ചെയ്യുക ഇംഗ്ലീഷ് സ്പീക്കിംഗ് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ കൺട്രീസ് ഒക്കെയാണ്. അപ്പൊ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആയിട്ടുള്ള UK, USA, കാനഡ, ഓസ്ട്രേലിയ, അപ്പൊ ഇങ്ങനെയുള്ള കൺട്രീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് അല്ല ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നോർമലി ഒരു ആവറേജ് ഫീസ് എന്ന് പറയുന്നത് 13 മുതൽ 15 ലക്ഷം രൂപയാണ് 1 ഇയറിലേക്ക് ഒരു ഫീസൊക്കെ വരുന്നത്. അപ്പം നോർമലി നമ്മൾ BSc നഴ്സിംഗ് ഒക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കുള്ള ബഡ്ജറ്റ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇനി നമ്മൾ യൂറോപ്യൻ യൂണിയൻ കൺട്രീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 30 മുതൽ 35 ലക്ഷം രൂപയാണ് ബഡ്ജറ്റ് വരിക. അപ്പൊ ഇത്രയൊന്നും അഫോർഡ് ചെയ്യാനില്ലാത്തവരെ എന്ത് ചെയ്യും എന്നിങ്ങനെ ടെൻസ്ഡ് ആയിരിക്കുന്നവർ കാണും. BSc നഴ്സിംഗ് എബ്രോഡ് പഠിക്കുകയും വേണം, എന്നാലൊട്ട് ബഡ്ജറ്റ് കൂടാനും പാടില്ല. അപ്പോൾ ഒരു വഴി ഞാൻ പറഞ്ഞു തന്നാലോ? എന്നാ വായോ. BSc നഴ്സിംഗ് എബ്രോഡ് നിങ്ങളുടെ ബഡ്ജറ്റിനകത്ത് പഠിക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായ ഒരു കൺട്രിയാണ് ജോർജിയ. വൈ ജോർജിയ? ജോർജിയ എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. അസർബൈജാൻ, അർമേനിയ, ടർക്കി, റഷ്യ, ഈ ഒരു 4 കൺട്രീസുമായിട്ടാണ് ജോർജിയ മെയിൻലി ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്നത്. ഇത് കൂടാതെ യൂറോപ്പിന്റെയും ഏഷ്യയുടെയും മിഡിൽ വരുന്ന ഒരു കൺട്രി കൂടിയാണ്, ഒരു പ്ലേസ് കൂടിയാണ് ജോർജിയ എന്ന് പറയുന്നത്. സോ ഇതുകൊണ്ട് തന്നെ നമുക്ക് യൂറോ ഏഷ്യൻ കൺട്രി എന്നാണ് നോർമലി ഇതിനെ അറിയപ്പെടുന്നത്. ഇതിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ജോർജിയൻ ആണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോർജിയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. അത് മാത്രമല്ല, എബ്രോഡ് പല പല കൺട്രീസിൽ നിന്നും ഒരുപാട് സ്റ്റുഡൻസ് ജോർജിയയിലോട്ട് നഴ്സിംഗ്, മെഡിക്കൽ, ഡെന്റൽ റിലേറ്റഡ് കോഴ്സുകളൊക്കെ പഠിക്കാനായിട്ട് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവിടുത്തെ യങ്സ്റ്റേഴ്സ് മുതലുള്ളവര് കൂടുതലും പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. സോ ഇവിടുത്തെ MOA, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടെൻഷൻ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഇനി പലർക്കും ഉണ്ടാവുന്ന കുറേ ഡൗട്ടുകളാണ്, BSc നഴ്സിംഗ് ഇന്ത്യയിലുള്ളതുപോലെ തന്നെയാണോ ജോർജിയയിലുള്ളത്? എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാകുമോ? BSc നഴ്സിംഗ് ഇന്ത്യയിൽ പഠിച്ചിട്ട് നമുക്ക് നോർമലി BSc നഴ്സായിട്ട് തന്നെ ഇന്ത്യയിലും എബ്രോഡും ഒക്കെ പോയി വർക്ക് ചെയ്യാൻ പറ്റും. ഇനി അത് എബ്രോഡ് പഠിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിൽ വന്ന് വർക്ക് ചെയ്യാൻ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമോ? വേറെയുള്ള കൺട്രീസിലൊക്കെ പോയി പഠിക്കാൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ടാകുമോ? ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്യണ്ടേ? അപ്പോൾ നമുക്ക് ഈ ഡൗട്ട്സുകളൊക്കെ നോക്കാം. നോർമലി BSc നഴ്സിംഗ് ഇന്ത്യയിലുള്ളതുപോലെ, ഇന്ത്യയിൽ പഠിക്കുന്ന പോലെ തന്നെ 4 ഇയർ ഡ്യൂറേഷൻ വരുന്ന ഒരു കോഴ്സ് കൂടിയാണ്. 8 സെമസ്റ്റർ ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് BSc നഴ്സിംഗിന്റെ, അതായത് ജോർജിയയിലുള്ള BSc നഴ്സിംഗ് കോളേജുകളുടെ ഫീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് $3,000, $3,000 മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിൽ INR നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1,30,000 രൂപ മുതലാണ് ഒരു സെമസ്റ്റർ വെച്ചിട്ട് ഫീസ് വരിക. സോ ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 1 ഇയറിലെ ഫീസ് എന്ന് പറയുമ്പോൾ ഏകദേശം 2,60,000 രൂപയാകും. ഇന്ത്യൻ മണി 2,60,000 വരും. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ടോട്ടൽ ബഡ്ജറ്റ്, നമ്മൾ ഈ ഒരു കണക്കിൽ ഇതിന്റെ ഒരു ടോട്ടൽ ബഡ്ജറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 10 മുതൽ 12 ലക്ഷം രൂപയാണ് ഒരു BSc നഴ്സിംഗ് സ്റ്റുഡന്റ് ജോർജിയയിൽ പഠിച്ചു കഴിയുമ്പോൾ ഒരു ബഡ്ജറ്റ് വരുന്നത്. അപ്പൊ ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിൽ BSc നഴ്സിംഗ് പഠിക്കാൻ പറ്റുമോ? അതും എബ്രോഡ്, ജോർജിയ പോലൊരു കൺട്രിയിൽ? ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഡൗട്ട് വരും. എന്തായാലും നിങ്ങൾ ഈ ഡൗട്ട്, അല്ലെങ്കിൽ പലരിൽ നിന്നും ഈ ഡൗട്ട് കേട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകും. അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആ കോഴ്സിന് വാലിഡിറ്റി ഉണ്ടാകുമോ? ആ സർട്ടിഫിക്കറ്റ് വാലിഡ് ആകുമോ? ഇല്ലേ? ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ഡൗട്ട് വരുന്നത്. അപ്പം ഇതൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. സോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജോർജിയ എന്ന് പറയുന്നത് ഒരു യൂറോ ഏഷ്യൻ കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ജോർജിയ ഫോളോ അപ്പ് ചെയ്യുന്നത് ECTS മോഡ് ഓഫ് സ്റ്റഡിയാണ്, അതായത് യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം. സോ ഈ യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ പുറത്തോട്ട് യൂറോപ്യൻ കൺട്രീസിലോട്ടൊക്കെ വർക്ക് ചെയ്യാനായിട്ട് പോകുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു രാജ്യത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ കോഴ്സിനെ അവർ ഇക്വേറ്റ് ചെയ്ത് നോക്കും. അതായത് ആ രാജ്യത്തുള്ള നഴ്സിംഗ് കോഴ്സ് പഠിക്കുന്ന എല്ലാ സബ്ജക്ട്സും, എല്ലാ സിലബസും നിങ്ങൾ ഏത് കോളേജിൽ അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്താണോ പഠിച്ചത് അവിടത്തെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ഇക്വേറ്റ് ചെയ്ത് നോക്കുന്നത്.
സോ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ഇതാണ് മെയിനായിട്ട് ഈ ഒരു ECTS മോഡ് ഓഫ് സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫീസ് കുറഞ്ഞെന്നും പറഞ്ഞിട്ട് വാലിഡിറ്റി ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു ഇഷ്യൂ നമുക്ക് വരുന്നില്ല. ഇനി നെക്സ്റ്റ് വരുന്ന ഡൗട്ട്, ക്ലിനിക്കൽസ് കിട്ടുമോ? ജോർജിയ പോലുള്ള ഒരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യ പോലെ തന്നെയുള്ള നമുക്ക് ക്ലിനിക്കൽസും ഹോസ്പിറ്റൽ പ്രാക്ടീസും ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടാകുമോ? ഇങ്ങനൊരു ഡൗട്ട് ആയിരിക്കും. അപ്പൊ ഇതിനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത്, നോർമലി ഇന്ത്യയിൽ ഒരു BSc നഴ്സിംഗ് സ്റ്റുഡന്റ് പഠിക്കുന്ന അതേ തിയറി ആൻഡ് പ്രാക്ടിക്കൽ പേപ്പേഴ്സ് തന്നെയാണ് ജോർജിയയിലെ BSc നഴ്സിംഗ് സ്റ്റുഡന്റ് പഠിക്കുന്നത്. നോർമലി ഉള്ള ഒരു BSc നഴ്സിംഗ് സ്റ്റുഡന്റിന്റെ ഒരു പഠനം പോലെ തന്നെ ജോർജിയയിലും ഫസ്റ്റ് ഇയർ ഓൺവേർഡ്സ് നമുക്ക് ബേസിക്സ് ഓഫ് ഫണ്ടമെന്റൽസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ തന്നെയാണ്, ബേസ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ശേഷം സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ആണ് ഹോസ്പിറ്റൽ പ്രാക്ടീസും ക്ലിനിക്കൽസും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ജോർജിയയിൽ നമുക്ക് ക്ലിനിക്കൽ 1, 2, 3, 4, 5, 6 ഇങ്ങനെ ഒരു 6 ക്ലിനിക്കൽസ് ആണ് വരുന്നത്. അതായത് ജോർജിയയിൽ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ഫസ്റ്റ് സെമസ്റ്റർ മുതൽ ക്ലിനിക്കൽ 1 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അങ്ങനെയാണ് നമുക്ക് 6 ക്ലിനിക്കൽസ് വരുന്നത്. അപ്പൊ ക്ലിനിക്കൽസിന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനൊക്കെ മാറി കിട്ടിയപ്പോൾ നെക്സ്റ്റ് ഇനി വരുന്നത് നമ്മുടെ പേഷ്യന്റിന്റെ കാര്യത്തിലോട്ടാണ്. അതായത് റിയൽ പേഷ്യൻസ് നമ്മുടെ ഇന്ത്യക്കകത്ത് പഠിക്കുന്ന സ്റ്റുഡൻസിനെ പോലെ തന്നെ എബ്രോഡ് ജോർജിയയിലും റിയൽ പേഷ്യൻസിനെ വെച്ചിട്ടാണോ പഠിക്കുന്നത്? അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഒക്കെ എങ്ങനെയായിരിക്കും, അത് ലഭിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് കാണും. സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് മുതൽ ക്ലിനിക്കൽസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് മുതൽ ജോർജിയയിലെ സ്റ്റുഡൻസിന് ഇഞ്ചക്ഷൻ, IV, ഡ്രസ്സിംഗ്, വൈറ്റൽ കളക്ഷൻ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവർ റിയൽ പേഷ്യന്റുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്തിട്ടാണ് കളക്ട് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ റിയൽ പേഷ്യന്റുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ അവർക്ക് ലൈവ്ലി സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് മുതൽ തന്നെ കിട്ടി തുടങ്ങുന്നുണ്ട്. സോ നമ്മൾ ഓൾറെഡി നമ്മുടെ ഫീസിന്റെ കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് ഡൗട്ട്സ് ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് എന്തായാലും നിങ്ങൾക്ക് വരുന്ന ഡൗട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലീവിംഗ് എക്സ്പെൻസ്, ട്രാൻസ്പോർട്ടേഷൻ, വിസ കോസ്റ്റ്, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം നമുക്ക് എക്സ്ട്രാ ആണ് വരുന്നത്, ഈ ഒരു ഫീസിനകത്ത് ഇൻക്ലൂഡിംഗ് അല്ല, ഇതെല്ലാം നമ്മൾ എക്സ്ട്രാ ആണ്. അപ്പൊ ഇത് കേട്ടാരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് നിങ്ങൾക്ക് ഒരു പോംവഴിയുണ്ട്. എന്താണെന്നല്ലേ നോക്കുന്നത്, നമുക്ക് ജോർജിയയിൽ BSc നഴ്സിംഗ് പഠിക്കുന്ന സ്റ്റുഡന്റിന് പാർട്ട് ടൈം ആയിട്ട് ജോബ് അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബിനുള്ള ചാൻസ് വളരെയധികം ഹൈ ആണ്. സോ പാർട്ട് ടൈം ജോബ് കൊണ്ട് തന്നെ നിങ്ങളുടെ ലീവിംഗ് എക്സ്പെൻസ് നിങ്ങൾക്ക് കവറപ്പ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇനി ഒരു കാര്യം നിങ്ങൾക്ക് വരുന്നത്, ലീവിംഗ് എക്സ്പെൻസിനകത്ത് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വരുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ്. അപ്പൊ നമ്മൾ പല യൂണിവേഴ്സിറ്റിയും ജോർജിയയിലെ പല യൂണിവേഴ്സിറ്റികളിലും ഓൺ ഹോസ്റ്റൽ സൗകര്യം ലഭ്യമായിട്ടുള്ളതല്ല. പ്രൈവറ്റ് ഹോസ്റ്റലുകളിലാണ് പല കുട്ടികളും താമസിക്കുക. കൂടാതെ അപ്പാർട്ട്മെന്റ്സ് എടുത്ത് മാറി താമസിക്കുന്ന സ്റ്റുഡൻസും ഉണ്ട്. ജോർജിയയിലെ യൂണിവേഴ്സിറ്റീസ് ഒന്നും ഓൺ ഹോസ്റ്റൽ ഇല്ലെന്നും പറഞ്ഞ ആരും ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജോർജിയയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ടിബിലിസിയിൽ ഒട്ടനവധി തരം പ്രൈവറ്റ് ഹോസ്റ്റൽസും അപ്പാർട്ട്മെന്റ്സും ഒക്കെ നമുക്കുണ്ട്. ഒരുപാട് ഹോസ്റ്റൽസ് തന്നെ മലയാളികളും ഇന്ത്യൻസും ഒക്കെ നടത്തുന്ന ഹോസ്റ്റൽസ് ആണ്. സോ അവിടെ നമുക്ക് താമസിച്ചുകൊണ്ട് പഠിക്കാനുള്ള സൗകര്യം ലഭ്യമായിട്ടുള്ളതാണ്. ഇനി നിങ്ങൾ പാർട്ട് ടൈം ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോസ്റ്റലൊക്കെ എടുക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് പാർട്ട് ടൈം ജോലി എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോസ്റ്റൽ എടുക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ മേ ബി ഫുഡ് അവൈലബിൾ ആയിട്ടുള്ള ഹോസ്റ്റൽ കാണും, മെസ് ഇല്ലാത്ത ഹോസ്റ്റലും കാണും, സെൽഫ് കുക്കിംഗ് ആയിട്ടുള്ള ഹോസ്റ്റൽസ് കാണും. ഇപ്പൊ നിങ്ങൾ ഹോസ്റ്റല് മെസ് ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ള ഹോസ്റ്റലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം കിട്ടിയെന്ന് വരത്തില്ല. മേ ബി നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് ടൈം ജോബ് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഫുഡ് അവൈലബിലിറ്റി കാണണമെന്നില്ല. സോ അങ്ങനെ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി അതല്ല, രണ്ടാമതൊരു ഹോസ്റ്റൽ ഫെസിലിറ്റിയിൽ ഒരു ഇഷ്യൂ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ടൈം ലിമിറ്റേഷൻ കാണും കേട്ടോ. അതായത് എൻട്രി എക്സിറ്റ് ടൈം ഒക്കെ കാണും. ഇപ്പൊ നമ്മൾ ഇത്ര മണിക്കുള്ളിൽ നിങ്ങൾ ഹോസ്റ്റലിനകത്ത് ഇൻസൈഡ് പ്രവേശിച്ചിരിക്കണം, അങ്ങനെയുള്ള ഒരു കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ കാണും. അതുകൊണ്ട് തന്നെ ഈ ഒരു പാർട്ട് ടൈം ജോബിന് പോകുന്നവർക്ക് തിരിച്ച് ഇത്ര മണിക്കുള്ളിൽ കയറാൻ ആയിട്ട് സാധിക്കണമെന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഹോസ്റ്റലൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഹോസ്റ്റൽ എടുക്കാൻ. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് അപ്പാർട്ട്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പാർട്ട്മെന്റ് എടുത്ത് മാറാം. ഇപ്പൊ 2-3 സ്റ്റുഡൻസ് ഒക്കെ ചേർന്നിട്ട് ഒരു അപ്പാർട്ട്മെന്റ് 1 BHK 2 BHK ഒക്കെ അപ്പാർട്ട്മെന്റ് എടുത്ത് മാറുന്നവരുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഈസി അല്ലെങ്കിൽ ഒരു കൺവേർട്ടബിലിറ്റി വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു 1 BHK എടുത്തിട്ട് 2-3 പേരൊക്കെ എടുത്തിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങളുടെ എക്സ്പെൻസ് കുറഞ്ഞു കിട്ടും. അത് മാത്രമല്ല നിങ്ങൾക്ക് അവിടെ സെൽഫ് കുക്കിംഗ് അവൈലബിൾ ആണ്. ഇനി ഇതെല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് കുക്കിങ്ങിന് ടൈം ഇല്ല അല്ലെങ്കിൽ ആ ഒരു പോസിബിലിറ്റി നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരുപാട് ഇന്ത്യൻസ് അല്ലെങ്കിൽ കേരള ആൾക്കാർ നടത്തുന്ന റെസ്റ്റോറൻറ്റ്സ് ഒക്കെ മെസ്സൊക്കെ അവിടെ കാണും. അപ്പൊ ആ ഒരു റെസ്റ്റോറൻറ്റ്സിൽ നിങ്ങൾക്ക് മെസ്സ് അവൈലബിലിറ്റി കാണും. അപ്പൊ ആ ഒരു മെസ്സിലൊക്കെ നിങ്ങൾക്ക് ചേർന്ന് കഴിഞ്ഞാൽ മന്ത്ലി ഇത്ര രൂപ വെച്ച് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുഡ് നിങ്ങളുടെ ആ ഒരു അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ റൂമിൽ എത്തുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഹോസ്റ്റലോ അപ്പാർട്ട്മെന്റോ ഒക്കെ എടുക്കുന്ന ടൈമിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പാർട്ട് ടൈം ചെയ്യുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഒരുപാട് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ, അതായത്
പാർട്ട് ടൈം ജോബിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നും വരത്തില്ല. സോ ഈ ലീവിംഗ് എക്സ്പെൻസിന്റെ നമ്മുടെ ഈ ഫുഡ് ആൻഡ് അക്കോമഡേഷന്റെ കാര്യത്തിൽ എക്സ്പെൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മന്ത്ലി ഒരു $125 ടു ഒരു $150 ഒക്കെയാണ്. $150 വരെ ആയിരിക്കും നിങ്ങൾക്ക് എക്സ്പെൻസ് വരിക. അതായത് നിങ്ങളുടെ മന്ത്ലി റെന്റ്, വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, മെയിൻ്റനൻസ്, പിന്നെ അതുപോലെ ഗ്യാസ്, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ ഒരു എമൗണ്ട് ആയിരിക്കും വരുന്നത്. ഫുഡിന്റെ കോസ്റ്റ് എക്സ്ട്രാ ആയിരിക്കും. ഇത് കൂടാതെ ഫുഡ് കോസ്റ്റും ട്രാൻസ്പോർട്ടേഷനും അതുപോലെ മൊബൈൽ റീചാർജ് അങ്ങനെയുള്ള എല്ലാ എക്സ്പെൻസും കൂടെ ചേർന്ന് കവറപ്പ് ആയി കഴിഞ്ഞാൽ മന്ത്ലി ഒരു സ്റ്റുഡന്റിന് ആവറേജ് വരുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് $300 to $350 ആണ്. $300 മുതൽ $350 വരെ ആയിരിക്കും എക്സ്പെൻസ് വരിക. നമ്മുടെ നാട്ടിലെ INR നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 25,000 to 30,000, 25,000 മുതൽ 30,000 രൂപയ്ക്കകത്താണ് എക്സ്പെൻസ് മന്ത്ലി വരിക. അപ്പൊ ഇത് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞാലും ഒരു പാർട്ട് ടൈം ജോബിന് പോയി കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനൊരു എക്സ്പെൻസ് നിങ്ങൾക്ക് മീറ്റപ്പ് ചെയ്ത് പോകാനേ ഉള്ളൂ. സോ അപ്പൊ പാർട്ട് ടൈം ജോബിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇനി പാർട്ട് ടൈം ജോബ് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. നോർമലി ജോർജിയയിൽ ഉള്ള സ്റ്റുഡൻസിന് പാർട്ട് ടൈം ഓപ്ഷൻസ്, പാർട്ട് ടൈം ആയിട്ടുള്ള ജോബ് ഓപ്ഷൻസ് വരുന്നതെന്ന് പറയുന്നത് കോൾ സെന്ററിൽ വരുന്നുണ്ട്, ഡെലിവറി ബോയ്സ് ആയിട്ട് അല്ലെങ്കിൽ ഡെലിവറി മാൻ ആയിട്ട് വരുന്നുണ്ട്, അതുപോലെ റെസ്റ്റോറൻറ്റ്സിൽ പിന്നെ നമുക്ക് റിസപ്ഷനിസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്, ഗെയിമിംഗ് സെന്റേഴ്സ്, ടൂറിസ്റ്റ് ഗൈഡ്, ഇങ്ങനെയുള്ള ഒരുപാട് വേക്കൻസീസിലാണ് അവർക്ക് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇത് കൂടാതെ തന്നെ സെക്കൻഡ് ഇയർ മുതൽ നല്ല സ്റ്റുഡൻസ്, അതായത് അത്ര ബ്രില്യൻറ്റും എഫിഷ്യൻറ്റും ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ടിബിലീസിലുള്ള അല്ലെങ്കിൽ ജോർജിയയിലുള്ള പല ഹോസ്പിറ്റൽസിലും അസിസ്റ്റന്റ് നഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. അത് വളരെ ചാൻസ് കുറവാണ് കേട്ടോ. അത്രയ്ക്ക് അതിന്റെ എഫിഷ്യൻസിയും ബ്രില്യൻസും ഒക്കെ വേണം. എന്നാൽ മാത്രമേ അവിടെയൊക്കെ അങ്ങനെ ഒരു അസിസ്റ്റന്റ് നഴ്സ് പോസ്റ്റിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഏകദേശം അപ്രോക്സിമേറ്റ് ഒരു 30,000 ഇന്ത്യൻ മണി, ഒരു 30,000 രൂപ വരെ മന്ത്ലി സ്റ്റൈഫൻഡ് ആയിട്ടൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. സോ പാർട്ട് ടൈം ഓപ്ഷൻസ് പറഞ്ഞു, പാർട്ട് ടൈം ജോബിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞോണ്ട് ഇനി പാർട്ട് ടൈം ജോബിന് കിട്ടുന്ന സാലറി അല്ലെങ്കിൽ വേജ് സ്കെയിൽ എങ്ങനെയാണ് ഇതല്ലേ എന്തായാലും ആലോചിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു പാർട്ട് ടൈം ജോബിന്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ, വേജ് സ്കെയിൽ നോക്കിക്കഴിഞ്ഞാൽ ജോർജിയയിലെ മിനിസ്ട്രി ഓഫ് ലേബർ റൂളിന്റെ പ്രകാരമാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് ഒരു 4 hours മിനിമം നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വേജ് സ്കെയിൽ എന്ന് പറയുന്നത് $9 to $45 ആണ്. അതൊരു വേജ് സ്കെയിൽ ആണ് അവർ വെക്കുന്നത്. ഓരോ ജോബ് അനുസരിച്ചിട്ട് ഈ ഒരു വേജ് സ്കെയിലിനകത്ത് ചേഞ്ച് വരും കേട്ടോ. ഡോളേഴ്സ് നിങ്ങൾക്ക് ഏൺ ചെയ്യുന്നതിനകത്തൊരു ചേഞ്ച് വരുമെന്നാണ് പറഞ്ഞത്. പാർട്ട് ടൈം ജോബും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റഡിയുമായിട്ട് മെയിൻറ്റെയിൻസ് ചെയ്ത് പോകാൻ സാധിക്കുമോ എന്നായിരിക്കും നെക്സ്റ്റ് എന്തായാലും എല്ലാവരും ആലോചിക്കുന്നത്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ള പോലെ, ഇന്ത്യയിലായിക്കോട്ടെ പഠിക്കുന്ന പോലെ മോർണിംഗ് 9 മുതൽ 4 മണി വരെ ഒന്നും ഈവനിങ് വരെ ക്ലാസ് ഒന്നും ഇല്ല. നമ്മളുടെ സ്റ്റുഡൻസിന്റെ ഒരു ടൈം അനുസരിച്ച് നമുക്ക് ക്ലാസ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഡെയിലി ഒരു 4 hours ഒക്കെയാണ് ക്ലാസ് വരിക. അപ്പൊ അതിനുശേഷമുള്ള ടൈമിൽ നമുക്ക് ഈ പാർട്ട് ടൈം ജോബിനൊക്കെ പോകാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. എന്നും പറഞ്ഞ് പാർട്ട് ടൈം ജോബിന് മാത്രം പോകാനുള്ള ഞാൻ പറയുന്നത്, ഇത് പാർട്ട് ടൈം ജോബ് നിങ്ങളുടെ സൈഡിൽ കൂടെ കൊണ്ടുപോകണം. അത് നിങ്ങളുടെ എക്സ്പെൻസ്, ലിവിങ് എക്സ്പെൻസ് ഒക്കെ മീറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പക്ഷെ നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റഡീസിലായിരിക്കണം. സോ നിങ്ങൾ ചെന്ന് കഴിഞ്ഞ ഉടനെ ജോർജിയയിൽ ഇപ്പം അഡ്മിഷൻ എടുത്ത് നിങ്ങൾ ചെന്ന് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് കിട്ടണം എന്നൊന്നും നിങ്ങൾ വാശി പിടിക്കരുത്. അങ്ങനെയൊന്നും കിട്ടത്തൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മിനിമം ഒരു 3 to 4 months ഗ്യാപ്പ് നിങ്ങൾക്ക് കാണും. എന്തായാലും അവിടെ ചെന്ന് നിങ്ങൾക്ക് ഒന്ന് സെറ്റിൽ ആയിട്ട് വേണമല്ലോ നിങ്ങൾക്ക് ആ ഒരു ജോബ് ഡീറ്റെയിൽസിനെ കുറിച്ച് അന്വേഷിച്ച് നിങ്ങൾക്ക് ഒന്ന് കണ്ടുപിടുത്തി ജോബിനകത്തൊക്കെ കയറാൻ വേണ്ടി. സോ അതുകൊണ്ട് മിനിമം ഒരു 3 to 4 ഒരു 5 months ഒക്കെ നിങ്ങൾക്ക് ടൈം കിട്ടും. ആ ഒരു ടൈമിലേക്കുള്ള എക്സ്പെൻസ്, ലിവിങ് എക്സ്പെൻസ് ആയിട്ടുള്ള മിനിമം ഒരു $1,200 to $1,500, അതായത് $1,200 മുതൽ $1,500 വരെ നിങ്ങൾ അക്കൗണ്ടിൽ കീപ്പ് ചെയ്തിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. സോ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ട് ഇനി നിങ്ങൾക്ക് മെയിൻലി വരുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡൗട്ടാണ്, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനാണ്. ജോർജിയയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വർക്ക് ചെയ്യാൻ പറ്റും? ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ? ഇന്ത്യയിൽ വന്ന് ബിസിനസ്സായിട്ട് വർക്ക് ചെയ്യണമെന്നെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? എന്തെങ്കിലും കടമ്പ ഞാൻ കടക്കണോ? എബ്രോഡൊക്കെ പോയി വർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാകുമോ? ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് എനിക്ക് എബ്രോഡ് പോകാൻ പറ്റുമോ? ഇങ്ങനെ കുറേ ഡൗട്ട്സ് ആണ്. വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചും അതിൻ്റെ ഒരു കരിയർ ഓപ്ഷൻസിനെ കുറിച്ചുമായിട്ടാണ് നിങ്ങൾ ടെൻസ്ഡ് ആവുക. സോ അപ്പം ഈ ഒരു ഡൗട്ടിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് ക്ലിയർലി നോക്കാം. ജോർജിയയിൽ BSc നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിന് ഏതൊരു കൺട്രി വേണമെങ്കിലും BSc നഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ കൺട്രീസിനും അതിൻ്റെതായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയാസും എക്സാമിനേഷൻസും ഒക്കെ കാണും. സോ അത് നിങ്ങൾ ക്ലിയർ അപ്പ് ചെയ്തിട്ട് വേണം അവിടെ പോയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ UK MOH എന്ന് പറഞ്ഞ എക്സാം പോലെ ഓരോ കൺട്രീസിനും ഓരോ എക്സാംസ് കാണും. അത് ക്ലിയർ ആയി മാത്രമേ നിങ്ങൾക്ക് അവിടെ പോയി വർക്ക് ചെയ്യാനായിട്ട് ഓപ്ഷൻസ് കാണത്തുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് ജോർജിയയിൽ പഠിച്ചതിന് ശേഷം BSc നഴ്സ് പഠിച്ചതിന് ശേഷം ജോർജിയയിൽ തന്നെ നിങ്ങൾക്ക് BSc നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ സെപ്പറേറ്റ് എക്സാമിനേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല.
കംപ്ലീറ്റ് നിങ്ങളൊരു BSc നഴ്സ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ നിങ്ങൾക്ക് BSc നഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇനി മൂന്നാമത്തെ കാര്യം, തിരിച്ച് ഇന്ത്യയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കിട്ടുമോ, ഇങ്ങനെയുള്ള ഡൗട്ടാണ്. സോ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു എബ്രോഡ് കൺട്രിയിൽ പോയി പഠിച്ച ഒരു സ്റ്റുഡന്റിനെ പോലെ തന്നെ തിരിച്ച് നിങ്ങൾ ഇന്ത്യയിൽ വരുമ്പോഴത്തേക്ക് INC, അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് INC, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ നിങ്ങളുടെ ഒരു ഇക്വലൻസി ടെസ്റ്റ് ചെയ്യും. അതായത് നിങ്ങൾ ഇന്ത്യയിലുള്ള സ്റ്റുഡൻസ് പഠിച്ചിട്ടുള്ള എല്ലാ സബ്ജക്ട്സും എബ്രോഡ് പഠിച്ചിട്ടുണ്ടോ, ഇന്ത്യയിലുള്ള സ്റ്റുഡൻസ് പഠിച്ചിരിക്കുന്ന പോലെ തന്നെയാണോ പഠിച്ചിട്ടുള്ളത്, ആ സബ്ജക്ട്സ് എല്ലാം നിങ്ങൾ കവറപ്പ് ചെയ്തിട്ടുണ്ടോ. രണ്ടാമത്തെ കാര്യം നോക്കുന്നത്, ഇന്ത്യയിലുള്ള സ്റ്റുഡൻസ് ക്ലിനിക്കൽസ് ചെയ്ത പോലെ അത്രയും അവേഴ്സ് അല്ലെങ്കിൽ അത്രയും ടൈം നിങ്ങൾ എബ്രോഡ് ക്ലിനിക്കൽസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. ഇൻ കേസ് നിങ്ങൾക്ക് എബ്രോഡ് ചെയ്തിട്ടുള്ള ക്ലിനിക്കൽസിന്റെ ടൈമിനകത്ത് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ ഏതെങ്കിലും ഹോസ്പിറ്റൽസിൽ ആ ഒരു ക്ലിനിക്കൽസ് നിങ്ങൾക്ക് കവറപ്പ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ് കേട്ടോ. നാട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ടൈം എത്ര ടൈമിലാണ് നിങ്ങൾക്ക് ഡിഫറൻസ് ഉള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ടൈം നിങ്ങൾക്ക് വർക്ക് ചെയ്ത് കവറപ്പ് ചെയ്യാൻ പറ്റും. സോ ഇത് രണ്ടും ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നീട് മൂന്നാമതായിട്ട് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നഴ്സിംഗ് കൗൺസിൽ ഒരു ഇക്വലൻസി എക്സാമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓറൽ ഇന്റർവ്യൂവോ കണ്ടക്ട് ചെയ്യും. അതായത് ഓരോ കേസിനെ അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഒന്നുമില്ല, നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ഒരു ഇക്വലൻസി എക്സാമിനേഷനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓറൽ ഇന്റർവ്യൂ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ നഴ്സിംഗ് കൗൺസിൽസ് ഒപ്പീനിയൻ. അത് ഓരോ ഇൻഡിവിജ്വൽസിനെയും അല്ലെങ്കിൽ കേസ് ടു കേസ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിനുശേഷം ഇതും കൂടെ കംപ്ലീറ്റ് ഈ ഒരു 3 പ്രൊസീജിയർ നിങ്ങൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ രജിസ്ട്രേഷൻ ലഭിക്കുന്നതായിരിക്കും, അതായത് നേഴ്സായിട്ട് രജിസ്ട്രേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ ഇതാണ് ഇന്ത്യയിലുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞൊന്നും വേണ്ട, അതായത് ജോർജിയയിലും വർക്ക് ചെയ്യണ്ട, ഇന്ത്യയിലും വരണ്ട, പിന്നെ യൂറോപ്യൻ കൺട്രീസിലൊന്നും പോകണ്ട. പിന്നെ എവിടെയാണ് നിങ്ങൾക്ക് താല്പര്യം? എബ്രോഡ് കൺട്രീസ്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ്, UK, USA, കാനഡ, ഓസ്ട്രേലിയ, അപ്പൊ ഇങ്ങനെയുള്ള കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യാനാണ് ആഗ്രഹം. ഇങ്ങനെയുള്ള കൺട്രീസിൽ ലൈഫ് സെറ്റിൽ ചെയ്യണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ഡ്രീം. അപ്പൊ ഇതിന് എന്തായിരിക്കും ഒരു പോം വഴി? ഇതെന്നല്ലേ ആലോചിക്കുന്നത്. അപ്പൊ ഇതിനുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെയുള്ള കൺട്രീസ് UK, USA, കാനഡ, ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള കൺട്രീസ് ഒക്കെ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഈ ഒരു കൺട്രീസിലൊക്കെ പോയി സെറ്റിൽ ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ OET, PT, IELTS ഇങ്ങനെയുള്ള എക്സാമിനേഷൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് അവിടെ പോയി വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യുന്ന സമയത്ത് ജോർജിയയിലെ പല യൂണിവേഴ്സിറ്റിയും ഇന്ന് ഈ ഇത്തരത്തിലുള്ള എക്സാമിനേഷൻസിന്റെ ട്രെയിനിങ് നിങ്ങളുടെ പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതായത് PT ട്രെയിനിങ് ഉണ്ട്, IELTS ട്രെയിനിങ് ഉണ്ട്, OET ട്രെയിനിങ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ട്രെയിനിങ് നടത്തുന്ന ഒരുപാട് സ്റ്റുഡൻസും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പൊ ഈ യൂണിവേഴ്സിറ്റീസ് ഒക്കെ നമുക്ക് ഈ പഠനത്തോടൊപ്പം കൂടി തന്നെ ഈ ഒരു ട്രെയിനിങ് നൽകുന്ന സമയത്ത് അത്ര വളരെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഈ ഒരു എക്സാമിനേഷൻസ്, ഇങ്ങനത്തെ ഒരു എക്സാമിനേഷൻ നിങ്ങൾക്ക് ഈസിലി ആയിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതിന് ശേഷം എബ്രോഡ് പോയി വർക്ക് ചെയ്യാനും ഒരുപാട് ഓപ്ഷൻസും ഉണ്ട്. അപ്പൊ ഇതാണ് മെയിൻലി നമുക്ക് ഒരു BSc നഴ്സ്, ജോർജിയയിലുള്ള ഒരു BSc നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിന് കിട്ടുന്ന ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി BSc നഴ്സിംഗ് ജോർജിയയിലൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഉണ്ടാവും. സോ അഡ്മിഷൻ പ്രൊസീജിയറിനെ കുറിച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിസ പ്രോസസ്സിനെ കുറിച്ച് ആയിക്കോട്ടെ, ഇനി യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും ഉടനെ തന്നെ ES എഡ്യൂക്കേഷനെ കോൺടാക്ട് ചെയ്യുക.